സാറ്റർഡേ ഇൻസൈറ്റിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ മെമ്പേഴ്സിനെയും ലീഡേഴ്സിനെയും മണിരായ ഫാമിലി അംഗങ്ങളെയും വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് ഒരിക്കൽ കൂടി. നമ്മുടെ ഈ ഇന്നത്തെ സാറ്റർഡേ ഇൻസൈറ്റിന്റെ അതിലുള്ള സബ്ജക്റ്റ് എന്താണ് എന്നുള്ളത് നൗഷാദ് ഭായി ഹ്രസ്വമായി ഒന്ന് വിവരിച്ചു തന്നു. അപ്പോ പുതിയ മാറ്റങ്ങൾ അത് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് ലൈഫിൽ നമുക്ക് വലിയ ഉയർച്ചകളിലേക്ക് എത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ അത് മുഴുവനായിട്ടും അതിന്റെ ഡീപ്പായിട്ടുള്ള ഒരു പഠനത്തിന് വേണ്ടിയിട്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സമയം നമുക്ക് വിനിയോഗിക്കാം. ശ്രദ്ധയോടുകൂടി അത് മനസ്സിലാക്കുക. വളരെ ഏതൊരു സാധാരണക്കാർക്കും അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് പുതിയ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പുതിയ പ്ലാൻ എന്ന് പറയാൻ കഴിയില്ല, നിലവിലുള്ള പ്ലാനിൽ ആഡ് ഓൺ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഫലപ്രദമായിട്ട് ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് തുടക്കക്കാർക്ക്, ബോട്ടം ലെവൽ ലീഡേഴ്സ്, അതുപോലെ തന്നെ മിഡിൽ ലെവൽ ലീഡേഴ്സിനൊക്കെ തന്നെ വലിയ തോതിൽ അവർക്ക് മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു മാറ്റമാണ് ഇപ്പോൾ അപ്ഡേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമില് 70ഓളം മെമ്പേഴ്സ് ആയി കഴിഞ്ഞു. വളരെ സന്തോഷം. കാര്യം നല്ല തണുപ്പുള്ള ദിവസങ്ങളാണ്. ഇന്നലെ മുതൽ ഒരു പ്രത്യേക പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ഓഗസ്റ്റ് 22 വരെ ഉണ്ടാകും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പൊ നല്ല തണുപ്പുള്ള ഈ ഒരു പ്രഭാതത്തില് എണീറ്റ് നമ്മുടെ ജീവിത വിജയങ്ങളെ നേടിയെടുക്കാൻ സാധ്യമാകുന്ന ഒരു പ്ലാൻ കേൾക്കാൻ നിങ്ങൾ കാണിച്ച ആ വലിയ മനസ്സുകൾക്ക് വലിയ അപ്രിസിയേഷൻ തരികയാണ്. ആദ്യം തന്നെ എന്നെല്ലാവർക്കും അറിയാം. എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് സ്വദേശം. മണിരായ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്ത് 6 മാസം കഴിഞ്ഞു. വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എത്തിപ്പെട്ട മേഖല ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇന്ന് ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും മുന്നേറ്റങ്ങളും നേട്ടങ്ങളും ഉയർച്ചകളും അതുപോലെ തന്നെ വ്യക്തിത്വ വികസനങ്ങളും ഒക്കെ തന്നെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. അതിലെ ഏറ്റവും നല്ലൊരു കമ്പനിയിൽ നമുക്കൊക്കെ തന്നെ ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള വലിയ വിഭാവന ഉള്ള കാഴ്ചപ്പാടുള്ള ഒരു കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. നല്ല ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ നല്ല ഒരു മാനേജ്മെന്റ്, കൃത്യമായിട്ടുള്ള വിതരണ സംവിധാനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, മാനുഫാക്ചറിങ് സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ബാക്കി എല്ലാ സിസ്റ്റങ്ങളും ഓക്കെ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് മണിരായ എന്ന് പറയുന്ന കമ്പനി. നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇൻകം പ്ലാനിനെ കുറിച്ചിട്ടാണ്. റവല്യൂഷണറി ഇൻകം പ്ലാൻ എന്നാണ് ഞാൻ അതിനെ പേരിട്ടിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇതൊരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു ഇൻകം പ്ലാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു, നമ്മളൊരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി തിരഞ്ഞെടുക്കുന്നത്, ഒരു കമ്പനി തിരഞ്ഞെടുക്കുന്നതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് നമുക്കൊരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമാവുക എന്നുള്ളതാണ്. അപ്പൊ ആ അഡീഷണൽ ഇൻകം വളരെ ഈസി ആയിട്ടും പ്രയാസങ്ങളില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഈ പ്ലാൻ പഠിക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തന്നെ ഇത്ര സിമ്പിളായിട്ട് ഇതിനെ ഡിസൈൻ ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു മികവായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോകാം. ആവശ്യമുള്ള ആളുകൾക്ക് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. കാര്യം പറയുമ്പോൾ നമുക്കത് കേൾക്കാനും ഉൾക്കൊള്ളാനും അപ്പൊ കഴിഞ്ഞെങ്കിൽ പോലും പിന്നീട് ചിലപ്പോൾ അതിൽ സംശയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് എഴുതി വെക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ നമുക്കത് ഇടയ്ക്ക് ക്ലാരിഫിക്കേഷൻ അത് സഹായകമാകും എന്നുള്ളതാണ്. പിണറായി നമുക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഡോറ് ചാരിക്കും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള 8 ഇൻകം ആണ് നമുക്ക് തരുന്നത്. 8 പവർഫുൾ ഇൻകം സ്ട്രീംസ് ആണ് നമുക്കുള്ളത്. അതിൽ ഡയറക്റ്റ് ഇൻകം ഉണ്ട്, അതുപോലെ സൂപ്പർ സെയിൽ ഇൻകം ഉണ്ട്, കൺസിസ്റ്റൻസി അവാർഡ് ഉണ്ട്, റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്, റാങ്ക് അവാർഡ് ഉണ്ട്, അതുപോലെ ഫ്രാഞ്ചൈസി ബിൽഡിംഗ് കമ്മീഷൻ ഉണ്ട്, മാച്ചിങ് ബോണസ് ഉണ്ട്, ലീഡർഷിപ്പ് ഇൻകം ഉണ്ട്. ഇങ്ങനെ 8 ഇൻകമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ. ഇന്നലെ നമ്മുടെയൊക്കെ ഗ്രൂപ്പുകളിലെ ബഹുമാന്യനായിട്ടുള്ള ആരാധ്യനായിട്ടുള്ള നമ്മുടെ MD
നിതിൻ മഞ്ചപ്പ സാർ ഒരു കമ്പനിയുടെ ഔദ്യോഗികമായ ഒരു സർക്കുലർ നമുക്ക് തന്നിട്ടുണ്ട്. ആ സർക്കുലറിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിലവിൽ ഇപ്പോ വന്നിട്ടുള്ള ഇൻകം പ്ലാനിന് അടുത്ത 3 വർഷത്തിനുള്ളിൽ ഒരു ചേഞ്ചും വരില്ല എന്നുള്ള രേഖാമൂലമുള്ള ഒരു അറിയിപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലെ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ സ്ഥായിയായിക്കൊണ്ട്, നമുക്ക് വളരെ ഡീപ്പായിക്കൊണ്ട് ഈ പ്ലാനിനെ മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു വസ്തുത. ചില മാറ്റങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകും. കഴിഞ്ഞ സാറ്റർഡേ ഇൻസൈറ്റിൽ ഞാൻ പറഞ്ഞ പോലെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ അവര് ചിത്രത്തിൽ പോലും ഇല്ലാത്ത അവസ്ഥകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളന്ന് ഉദാഹരണം പറഞ്ഞു, നോക്കിയ എന്ന് പറയുന്ന ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ പ്രിയങ്കരമായിരുന്ന ഒരു മൊബൈൽ ഫോൺ ഇന്ന് നോക്കിയ ഫോണും കാണാത്ത അവസ്ഥയിലേക്ക് മാറി എന്നുള്ളത് പുതിയ മാറ്റങ്ങളെ, അപ്ഡേഷനുകളെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടും അതിനനുസരിച്ച് ഉയരാത്തത് കൊണ്ടും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ നമുക്ക് 100 കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. അപ്പോ മാറ്റങ്ങൾ എന്ന് പറയുന്നത് പോസിറ്റീവായിരിക്കണം, അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ആ കാര്യങ്ങളിലുള്ള ഏറ്റവും ഗുണകരമായ വശങ്ങളെ നമ്മൾ കൂടുതൽ ആശ്ലേഷിക്കുകയും അത് കൂടുതൽ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യണം. അതാണ് ഒരു ലീഡർഷിപ്പിന്റെ കടമ, ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പോ ഈ ഇൻകം നമുക്കൊന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആദ്യം നമ്മുടെ പ്രോഫിറ്റുകളിൽ ആദ്യം പറയാനുള്ളത് റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. നമുക്ക് അപ് ടു 50% റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 50% നമുക്ക് മെജോറിറ്റി പ്രോഡക്റ്റുകൾക്കൊക്കെ 20% ആണ്. 20 മുതൽ 50 വരെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ചില പ്രോഡക്റ്റുകൾക്ക് മാത്രമാണ് 50%. എന്നാൽ എല്ലാ പ്രോഡക്റ്റുകൾക്കും മിനിമം 20% നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ 1000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ, MRP ഉള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് 800 രൂപയ്ക്ക് കിട്ടുന്നു. 10,000 രൂപയുടെ MRP ഉള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് 8,000 രൂപയ്ക്ക് കിട്ടുന്നു. എപ്പോഴും 20% ഡിസ്കൗണ്ടിൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ മേടിക്കാം. നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ ഒരു അലോവേരയുടെ സോപ്പ് നമ്മൾ മേടിക്കുന്ന സമയത്ത് അതിന്റെ MRP 60 രൂപയാണ്, അതിന്റെ DP എന്ന് പറയുന്നത് 48 രൂപയാണ്. അപ്പോൾ നെറ്റ് 20% നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്. എന്നാൽ ചില പ്രോഡക്റ്റുകൾക്ക് നമുക്ക് 50% വരെ റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്കുണ്ട്. ഇതാണ് നമ്മുടെ റീറ്റെയിൽ പ്രോഫിറ്റ്. അപ്പോ റീറ്റെയിൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ മാന്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഇവിടെ കമ്പനി ആദ്യം മുതലേ നമ്മുടെ കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ടീമിൽ പോലും 100 കണക്കിന് സോപ്പൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ റീറ്റെയിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. വളരെ ഈസി ആയിട്ട് 100 സോപ്പ് വിൽക്കാൻ കഴിയുക എന്ന് പറയുന്ന സമയത്ത് ഒരു സോപ്പിന് നമുക്ക് 12 രൂപ നമുക്ക് കിട്ടുന്നു, 10 സോപ്പിന് 120 രൂപ കിട്ടുന്നു, 100 സോപ്പിന് 1200 രൂപ നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് മാത്രം കിട്ടുകയാണ് അവിടെ. സോപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. കാര്യം ആ ഒരു ഉൽപ്പന്നം എപ്പോഴും ചെലവായിക്കൊണ്ടേയിരിക്കുന്ന ഉൽപ്പന്നമാണ്, ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീരുന്നതാണ്. മാനവരാശി ഉള്ളിടത്തോളം കാലം അതിന് ഒരു മാർക്കറ്റ് ഉണ്ട്, ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വിപണി ഒരിക്കലും അവസാനിക്കുന്നില്ല, അതിന്റെ വിപണി കൂടുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്ക് നെറ്റ് 20% അപ് ടു 50% വരെ റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്കുണ്ട്. പിന്നുള്ളത് ക്രൈറ്റീരിയ ബോണസ് ആണ്. ഇത് നമ്മുടെ ബൈനറി എഞ്ചിൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആദ്യം ജനറേറ്റ് ചെയ്യുന്ന, നമുക്ക് ആദ്യമായി അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന കമ്മീഷനാണ് ഈ ക്രൈറ്റീരിയ ബോണസ് എന്ന് പറയുന്നത്. ക്രൈറ്റീരിയ ബോണസിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ID നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ID റെഡ് കളറിലാണ് നിലനിൽക്കുന്നത്. ഈ റെഡ് കളറിലുള്ള ID 14 ദിവസം വരെ അതിന് വാലിഡിറ്റി ഉണ്ട്. ആ 14 ദിവസത്തിന്റെ ഉള്ളിൽ നമുക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഇന്ന പ്രോഡക്റ്റ് എന്നല്ല, ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും മേടിക്കാം. വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിലെ ഏതെങ്കിലും ഒരു PV അതിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായി മാറുന്നു? ഗ്രീൻ ID ആയിട്ട് അത് മാറുന്നുണ്ട്. അപ്പൊ ഗ്രീൻ ID ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? നമുക്ക് ഒരു 0.5 PV നമ്മുടെ ഒരുമിച്ചോ പലപ്പോഴോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് നോക്കാം. ഒരു അര PV എന്നാണ് അതിന് പറയുന്നത്. 0.5 PV നമുക്ക് വരുന്ന സമയത്ത് അത് എലിജിബിലിറ്റി ഉള്ള, കമ്മീഷൻ കിട്ടാൻ എലിജിബിലിറ്റി ഉള്ള ഒരു ID ആയിട്ട്, ബ്ലൂ ID ആയിട്ട് അത് മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്കത്
കമ്മീഷൻ കിട്ടാനുള്ള അവസ്ഥയിലേക്ക് അര PV പർച്ചേസ് അതിൽ എപ്പോഴാണോ കംപ്ലീറ്റഡ് ആകുന്നത് ആ സമയത്ത് അത് ബ്ലൂ ID ആയിട്ട് മാറുന്നു. കമ്മീഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി ID കിട്ടുന്നു. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത് നമ്മുടെ ID നിന്നും 2 ഡയറക്ടർ റെഫറൽ കൊടുക്കുകയും അതിൽ ഒരു ഭാഗത്ത് അര PV അല്ലെങ്കിൽ 0.5 PV, ഒരു ഭാഗത്ത് 1 PV 1 PV. അപ്പോ ഒരു സൈഡിൽ അര PV മറു സൈഡിൽ 1 PV. അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് ക്രൈറ്റീരിയ ബോണസ് വിൻ ആകുന്നത്. ഈ സമയത്ത് നമ്മുടെ ID ഗോൾഡൻ ID ആയിട്ട് മാറുന്നു. ഗോൾഡൻ കളറായിട്ട് ആ ID അവിടെ വെച്ച് മാറുകയാണ്. ഇപ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ഇൻകം നമുക്ക് വരുന്നത്. അപ്പോ ഒരു അര PV മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് 250 രൂപയാണ് നമ്മുടെ ക്രൈറ്റീരിയ ബോണസ് കിട്ടുന്നത്. അര PV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു 2500 രൂപ, 2400 മുതൽ അത് തുടങ്ങുന്നുണ്ട്. 2500, 2600 ഉൽപ്പന്നങ്ങളുടെ PVക്ക് അനുസരിച്ച് ചിലപ്പോൾ അത് 3000 വരെയൊക്കെ ആവും. പക്ഷെ ഏവറേജ് നമുക്ക് ഒരു കാൽക്കുലേഷൻ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് 2500 നമുക്ക് റൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സൈഡിൽ ഒരു 2500 രൂപയുടെ ബിസിനസ് അര PV, മറു സൈഡിൽ നമ്മൾ ഒരു PV എന്നുള്ളത് നേരിട്ട് തന്നെ ഒരു PV വേണമെന്നില്ല, ഡയറക്റ്റ് അര PV ആയാലും മതി, അതിലൂടെ വീണ്ടും അര PV വന്നാലും മതി. ടോട്ടൽ മറു സൈഡിൽ ഒരു PV വരുന്ന സമയത്താണ് നമ്മുടെ ID ഗോൾഡൻ ID ആയിട്ട് മാറുന്നത്. ഈ സമയത്ത് നമുക്ക് അര PVയുടെ മാച്ചിങ് കമ്മീഷൻ നമുക്ക് 250 രൂപ കിട്ടും. അപ്പൊ എങ്ങനെയാണ് 250 രൂപ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ ഉൽപ്പന്നങ്ങളും PVയിൽ അധിഷ്ഠിതമാണ്. PVയിൽ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പോയിന്റ് വാല്യൂ അതിൽ ബേസ് ചെയ്തിട്ടാണ് എല്ലാ ഉൽപ്പന്നങ്ങളും നിലനിൽക്കുന്നത്. അപ്പോ ഒരു PV മാച്ച് ചെയ്യുമ്പോൾ ആണ് 500 രൂപ എന്നുള്ള കാൽക്കുലേഷനിലാണ് നമ്മുടെ എല്ലാ കമ്മീഷനുകളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അര PV മാച്ച് ചെയ്യുന്ന സമയത്ത് 250 രൂപ നമുക്ക് കിട്ടുന്നു. ഇനി നേരെ മറിച്ച് നമ്മുടെ രണ്ട് സൈഡിലും ഓരോ PV ആണ് നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ 500 രൂപ നമുക്ക് കിട്ടും. ഇതാണ് ക്രൈറ്റീരിയ ബോണസ് എന്ന് പറയുന്നത്. നമ്മുടെ ID ഗോൾഡൻ ID ആകുന്ന സമയത്ത് നമുക്ക് എന്താകുന്നു, ആദ്യത്തെ കമ്മീഷൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ് ക്രൈറ്റീരിയ ബോണസ്. ഈ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതും. നെക്സ്റ്റ് നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇൻകം ആണ്. അപ്പൊ ഡയറക്റ്റ് ഇൻകം നമ്മൾ ക്രൈറ്റീരിയ ബോണസ് വന്നതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഡയറക്റ്റ് നേരിട്ട് കൊടുക്കുന്ന, നമ്മൾ നേരിട്ട് റെഫർ ചെയ്യുന്ന, നേരിട്ട് സ്പോൺസർ ചെയ്യുന്ന ബിസിനസ് എത്രയാണോ അതിന്റെ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിന്റെ 5% ആണ് ഡയറക്റ്റ് ഇൻകം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു 10,000 രൂപയുടെ ഒരു ബിസിനസ് നമ്മൾ റെഫർ ചെയ്യുന്നു എന്ന് കരുതുക. ആ 10,000 രൂപയുടെ 5% നമുക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ ആ 10,000 രൂപയുടെ 5% 500 രൂപ നമുക്ക് ഡയറക്റ്റ് റെഫറൽ നമുക്ക് കിട്ടും. നമ്മൾ നേരിട്ട് കൊണ്ടുവന്ന വ്യക്തികൾ പിന്നീട് എപ്പോഴും അവരുടെ IDയിൽ എപ്പോഴൊക്കെ പർച്ചേസ് ചെയ്യുന്നോ അപ്പോഴൊക്കെ പർച്ചേസ് ചെയ്യുന്ന എമൗണ്ടിന്റെ 5% നമുക്ക് അർഹതപ്പെട്ടതാണ്. ഇത് നമ്മൾ നേരിട്ട് എത്ര പേരെ കൊണ്ടുവന്നുവോ അത്ര പേരിൽ നിന്നും അവര് എല്ലാ കാലവും പർച്ചേസ് ചെയ്യുന്ന പർച്ചേസ് എമൗണ്ടിന്റെ 5% നമുക്ക് അവകാശപ്പെട്ടതാണ്. ഇപ്പൊ ഡയറക്റ്റ് ഇൻകം എല്ലാ സമയത്തും അത് ഉണ്ട്. 5% ആണ് നമ്മുടെ ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത്. പിന്നെ നമുക്കുള്ള ഏറ്റവും ഗംഭീരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തുടക്കക്കാർ ബോട്ടം ലെവൽ ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, മിഡിൽ ലീഡേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ടും വളരെ ക്വിക്കായിട്ടും ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻകമാണ് സൂപ്പർ സെയിൽ ബോണസ് എന്ന് പറയുന്ന ബോണസ്. സൂപ്പർ സെയിൽ ബോണസ് അത് പുതിയ ബോണസ് ആണ്, അതുകൊണ്ട് തന്നെ അതൊന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. എന്താണ് സൂപ്പർ സെയിൽ ബോണസ്? ഇത് നമ്മുടെ മാട്രസ് പാക്കേജിന് മാത്രമുള്ള ഒരു അഡീഷണൽ ഇൻകം ആണ്. പ്രത്യേകം മനസ്സിലാക്കുക, ഇത് നമ്മുടെ മാട്രസ് പാക്കേജ്, സിംഗിൾ മാട്രസിന്റെ പാക്കേജ് ഉണ്ട്, ഡബിൾ മാട്രസിന്റെ പാക്കേജ് ഉണ്ട്. നമുക്കറിയാം 10,500 അതുപോലെ 18,500. 10,500ന്റെ പാക്കേജിന് നമുക്ക് 31 മുതൽ 10,700 ആണ്, 200 രൂപയുടെ ഒരു വ്യത്യാസം അവിടെ വരുന്നുണ്ട്. 10,700ന്റെ പാക്കേജ് സിംഗിൾ, അതിനകത്ത് മാട്രസ് പാഡ്, പില്ലോ പാഡ്, റിസ്റ്റ് പാഡ്, വാട്ടർ എനർജി പാഡ്, ബ്രേസ്ലെറ്റ്, ഇത്രയും കാര്യങ്ങൾ ചേർന്നിട്ടുള്ള ആ ഒരു പാക്കേജ്. അതിന് നമ്മുടെ കമ്പനി ഒരു PV നിശ്ചയിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു PVയുടെ കാര്യം പറഞ്ഞു. അപ്പൊ PV അതിന് സിംഗിൾ മാട്രസിന്റെ പാക്കേജിന് ഒരു PV നിശ്ചയിച്ചിട്ടുണ്ട്, ഡബിൾ മാട്രസിന്റെ പാക്കേജിന് 2 PV നിശ്ചയിച്ചിട്ടുണ്ട്. ആ PVയുടെ എല്ലാ കമ്മീഷനും അതിന് നമുക്ക്
എലിജിബിലിറ്റി ഉണ്ട്, അത് നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ അതിന് പുറമെയാണ് ഈ സൂപ്പർ സെയിൽ ബോണസ്. ഒരു സിംഗിൾ സെറ്റ് മാട്രസിന്റെ പാക്കേജിന് ഒരു PVക്ക് പുറമെ 50 SP നമ്മുടെ കമ്പനി കൊടുക്കുന്നുണ്ട്. 50 SP, അത് സൂപ്പർ പോയിന്റ് ആണത്. 50 SP ഡബിൾ പാക്കേജിന്, അതായത് ഫാമിലി പാക്കേജിന് നമുക്ക് 100 SP ഉണ്ട്. ഇത് PVക്ക് പുറമേയുള്ള ഒരു അഡീഷണൽ പോയിന്റ് ആണ് ഈ സൂപ്പർ പോയിന്റ് എന്ന് പറയുന്നത്. ഇത് 50 SP 100 SP ആയിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞു മാട്രസിന് മാത്രമുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓഫറാണ്. ഇതെങ്ങനെയാണ് സൂപ്പർ സെയിൽ ബോണസ് ആയിട്ട് നമുക്ക് 50 SP ഒരു മാച്ചിങ്ങിന് 3300 രൂപയും 100 SP ഒരു മാച്ചിങ്ങിന് 6600 രൂപയും കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ, അപ്പൊ നമ്മുടെ ക്രൈറ്റീരിയ ഫില്ലായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടീമില് ടീമിൽ ഒരു സിംഗിൾ മാട്രസ് 50 SP അതിനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ റൈറ്റിലും ഒരു സിംഗിൾ മാട്രസ് പോയി. ഇതിനുള്ള ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു പാക്കേജിന്റെ ക്ലോസിങ് നമുക്ക് എല്ലാ ദിവസത്തിലും 2 ക്ലോസിംഗ് ആയിട്ട് അത് നിജപ്പെടുത്തിയിട്ടുണ്ട്. 12 മണി. അപ്പൊ ഒരു 12 മണിക്കുള്ളില് നമ്മുടെ ടീമിലും ടീമിലും ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ മാട്രസിന്റെ പാക്കേജ് ടീമിൽ പോകുന്നു, ഒരു സിംഗിൾ മാട്രസ് ടീമിൽ പോകുന്നു മാട്രസ്. അങ്ങനെ വരുന്ന സമയം 50 SP മാച്ച് ചെയ്തു. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും? ഒരു 2 ബിസിനസ് ഒരുമിച്ച് വെക്കുന്ന രൂപത്തിൽ അത് ടീമായിട്ട് ഒന്ന് ആലോചിച്ച് നമ്മളത് വയ്ക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് 50 SP മാച്ച് ചെയ്യുന്നു ഒരു ക്ലോസിംഗ് ടൈം. ഇതിന്റെ മാത്രം ക്ലോസിംഗ് എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞത് 12 മണി. ഇത് എല്ലാ ദിവസത്തിലും ഒരു ദിവസം 2 ക്ലോസിംഗ് ഉണ്ട്. മറ്റ് നമ്മുടെ കമ്മീഷൻ എല്ലാം ആഴ്ചയിൽ 2 ക്ലോസിംഗ് ആണ്. എല്ലാത്തിന്റെയും കമ്മീഷൻ നമുക്ക് ആഴ്ചയിൽ 2 ദിവസമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഓരോ ദിവസത്തിലും 12 മണിക്കൂർ കഴിയുമ്പോൾ ഈ ക്ലോസിംഗിന്റെ കമ്മീഷനും അതിന്റെ ഡീറ്റെയിൽ നമ്മുടെ IDയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഡെയിലി ക്ലോസിംഗ് ഇൻകം ആണ്. ദിവസത്തിൽ 2 തവണ ഇത് നമുക്ക് എൻജോയ് ചെയ്യാം, 2 തവണ നമുക്ക് ഈ കമ്മീഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോ സിംഗിൾ മാട്രസിന്റെ 2 ബിസിനസ് ഒരു ക്ലോസിംഗ് ടൈം അഥവാ 12 മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മുടെ ടീമിൽ വരുന്ന സമയത്ത് 2800 രൂപ സൂപ്പർ സെയിൽസ് ബോണസും, പിന്നെ ഞാൻ പറഞ്ഞു അതിന് ഒരു PV ഉണ്ട്. ആ ഒരു PV മാച്ച് ചെയ്യുമ്പോൾ 500 രൂപയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു PV നമുക്ക് ഏത് പ്രൊഡക്റ്റ് ഒരു PV മാച്ച് ചെയ്താലും 500 രൂപ, അര PV മാച്ച് ചെയ്യുമ്പോൾ 250 രൂപ. ഇനി 2 PV ആണ് മാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് അത് 1000 ആവും. 10 PV ആണ് മാച്ച് ചെയ്യണമെങ്കിൽ 5000 ആവും. ഒരു PVക്ക് 500 രൂപ എന്നുള്ള കാൽക്കുലേഷനിലാണ് PVയുടെ കമ്മീഷനൊക്കെ. അപ്പോ SP-യുടെ 50 SP-യുടെ മാച്ചിങ്ങിന് 2800 രൂപയും അതിനൊരു PV ഉള്ളത് കൊണ്ട് തന്നെ ഒരു PV മാച്ചിങ് അത് ഓൾറെഡി അവിടെ നടന്നു കഴിഞ്ഞിട്ടായിരിക്കും. അതിന് 500 രൂപയും കൂട്ടിയിട്ടാണ് 3300 രൂപ 2 സിംഗിൾ മാട്രസിന്റെ സെയിൽ നമ്മുടെ ടീമിൽ ടീമിലും ടീമിലും നടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. ഇതൊരു വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഇൻകമാണ്. ഞാൻ പറഞ്ഞു ബോട്ടം ലെവൽ ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 മാട്രസിന്റെ ബിസിനസ് വരുന്ന സമയത്ത് 3300 രൂപ അക്കൗണ്ടിലേക്ക് വരും. ഇനി ഇത് ഫാമിലി പാക്കേജ് ആണ് പോകുന്നത് കരുതുക, അതിന് 100 SP ഉണ്ട്. അപ്പൊ 100 SP ആണ് മാച്ച് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് 6600 കിട്ടും. അല്ല ഇനി 50ന്റെ 2 ടീമിലും 50ന്റെ 2 ടീമിലും വന്നു, അപ്പോഴും 100 SP ആയി, അതിന് 6600 കിട്ടും. 3300 ഇരട്ടി കിട്ടും. എന്ന് പറഞ്ഞാൽ സൂപ്പർ സെയിൽ ബോണസിന്റെ ഇൻകം ഒരു സിംഗിൾ മാട്രസിന്റെ പാക്കേജ് ഒരു പെയർ ഒരു കട്ട് ഓഫിൽ വന്നാൽ 2800 രൂപ സൂപ്പർ സെയിൽ ബോണസും 500 രൂപ അതിന്റെ PV മാച്ചിങ്ങും കൂട്ടി 3300 രൂപ. 100 SP വരുമ്പോൾ ഫാമിലി പാക്കേജ് അങ്ങനെയാണ് വരുന്നുണ്ടെങ്കിൽ അതിന് പിന്നെ 5600 രൂപയും സൂപ്പർ സെയിൽ ബോണസ് 5600 രൂപയും പ്ലസ് 1000 രൂപ അതിന്റെ PV മാച്ചിങ് കമ്മീഷനും കൂട്ടി 6600 രൂപ നമുക്ക് കിട്ടും. അപ്പോ ഒരു ദിവസത്തിൽ 2 ക്ലോസിംഗ് ഉള്ളത് കൊണ്ട് തന്നെ മാക്സിമം ഒരാൾക്ക് 6600 വെച്ച് 2 ക്ലോസിംഗിലും എടുക്കാൻ പറ്റുന്നു. ആ വ്യക്തിക്ക് 13200 രൂപ ഒരു ദിവസത്തിൽ ഈ ഒരു സൂപ്പർ സെയിൽ ബോണസ് മാത്രം എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ബാക്കിയുള്ള എല്ലാ കമ്മീഷനുകളും ആസ് യൂഷ്വൽ നമ്മുടെ കമ്പനി പറഞ്ഞിട്ടുള്ള
എല്ലാ കമ്മീഷനുകളും നിലനിൽക്കെ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് വേണ്ട ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ഒരു വലിയ ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയും. പലപ്പോഴും പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ ഒരു മാച്ചിങ് വന്നാൽ പോലും അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നിലനിൽപ്പിന്റെ ഭാഗമാകാനും ഒരു അഡീഷണൽ ഇൻകത്തിന്റെ ഭാഗമാകാനും ഒക്കെ തന്നെ അത് സാധ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോ ഒരു ദിവസത്തിൽ രാവിലെ, അതായത് നമ്മുടെ പകൽ സമയത്ത് 12 മണിയും രാത്രി സമയത്ത് 12 മണിയുമാണ് ഇതിന്റെ ക്ലോസിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് എൻജോയ് ചെയ്യാം. കൂടാതെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഇൻകവും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോ ഇത് കുറെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു വരുമാനം ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ സാധ്യമാകുന്നു എന്നുള്ളതാണ്. പിന്നെ ഇത് കൂടാതെ നമ്മുടെ നോർമൽ മാച്ചിങ് ബോണസ് ആൾറെഡി നമുക്കുണ്ട്. നോർമൽ മാച്ചിങ് ബോണസ് ഞാൻ പറഞ്ഞു 500 രൂപയാണ് ഒരു PVയുടെ മാച്ചിങ്ങിന് നമുക്ക് കിട്ടുന്നത്. അര PVക്ക് 250 രൂപ. ഇപ്പോ 4 PV ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2000 രൂപ കിട്ടും. 2 PV ആണെങ്കിൽ 1000 രൂപ നമുക്ക് കിട്ടും. അപ്പൊ ഓരോ ഉൽപ്പന്നത്തിനും PV ഉണ്ട്. ആ PVയുടെ മാച്ചിങ്, അപ്പൊ നമുക്ക് സോപ്പ്, പേസ്റ്റ്, സാനിറ്ററി പാഡ് അങ്ങനെ തുടങ്ങുന്ന നമുക്ക് 75ലധികം ഉൽപ്പന്നങ്ങളുണ്ട്. അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകളുണ്ട്, പേഴ്സണൽ കെയർ കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളുണ്ട്, ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെന്റുകളുണ്ട്. അതിന് എല്ലാ പ്രൊഡക്റ്റുകൾക്കും PV ഉണ്ട്. മാട്രസിനും PV ഉണ്ട്. മാട്രസിന് PVക്ക് പുറമെയാണ് ആ SP എന്ന് പറയുന്നത്. അതിനാണ് അഡീഷണൽ ഇൻകം നമുക്ക് തരുന്നത്. അപ്പോ ഇങ്ങനെ വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും പർച്ചേസിന്റെ PVയുടെ മാച്ചിങ് ആണ് മാച്ചിങ് ബോണസ്. ഇത് നമുക്ക് ആഴ്ചയിൽ 2 ക്ലോസിംഗ് ഇതിന് നമുക്കുണ്ട്. ആഴ്ചയിൽ 2 ക്ലോസിംഗ് നമുക്കവിടെ വരുന്നുണ്ട്. ഒരു ക്ലോസിംഗിൽ നമുക്ക് 200 PV വരെ മാച്ച് ചെയ്യും. 1 ലക്ഷം രൂപയാണ് PV മാച്ചിങ്ങിന്റെ സീലിംഗ് എന്ന് പറയുന്നത്. അപ്പോ ഒരാഴ്ചയിൽ 2 ക്ലോസിംഗ് ഉള്ളത് കൊണ്ട് തന്നെ 2 ലക്ഷം രൂപ നോർമൽ PVയുടെ മാച്ചിങ് അല്ലെങ്കിൽ ബൈനറി എൻജിൻ എന്ന് പറയുന്ന അതിന്റെ കമ്മീഷൻ നമുക്കുണ്ട്. ഒരു ക്ലോസിംഗിൽ 1 ലക്ഷം രൂപ, ഒരാഴ്ചയിൽ 2 ക്ലോസിംഗ് 2 ലക്ഷം രൂപ വരെ ഈ PVയുടെ മാച്ചിങ്ങിന്റെ കമ്മീഷൻ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇതിന് പുറമെയാണ് നേരത്തെ പറഞ്ഞ SP-യുടെ കമ്മീഷൻ നമുക്കുള്ളത്. അത് ഒരു ദിവസം 13,200 രൂപ വരെ അത് ഒരു ദിവസത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോ നമുക്ക് 13,200 × 7 എന്ന് പറയുമ്പോൾ ഒരാഴ്ചയിൽ അതിന്റെ ആ എമൗണ്ട് നമുക്ക് കിട്ടും. ഈ PVയുടെ മാച്ചിങ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ മാച്ചിങ് ഇൻകം നമുക്ക് സാധാരണ നിലനിന്ന് പോന്നുകൊണ്ടിരിക്കുന്ന അതേ മാച്ചിങ് ഇൻകം ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. അതിന് നമുക്ക് 2 ലക്ഷം രൂപ ഒരാഴ്ചയിൽ അത് സീലിംഗ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ബോണസ് ആണ്. എന്താണ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ബോണസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾക്ക് ബ്രോൺസ് റാങ്ക് എബോ കിട്ടുന്ന ഒരു ബോണസ് ആണ്. എന്ന് പറഞ്ഞെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒന്നുമില്ല, ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, ആദ്യത്തെ റാങ്ക് എന്ന് പറയുന്നത് സ്റ്റാർ എന്ന് പറയുന്ന റാങ്ക് ആണല്ലോ. വെറും 25 PV മാച്ച് ചെയ്യുമ്പോൾ സ്റ്റാർ ആകുന്ന ആ സ്റ്റാർ ആകുമ്പോൾ നമുക്കൊരു 5000 രൂപ നമുക്ക് അവാർഡ് മണി ഉണ്ട്, നമ്മുടെ റാങ്ക് ഇൻകം നമുക്കുണ്ട്. അതുകൂടാതെ നെക്സ്റ്റ് 50 PV വരുന്ന സമയത്ത് നമ്മൾ ബ്രോൺസ് ആകും. ബ്രോൺസ് ആകുമ്പോൾ 10,000 റുപ്പീസ് നമുക്ക് എന്തുണ്ട്, ഇൻകം ഉണ്ട്. ഈ ഡയറക്റ്റ് ഇൻകം നമ്മുടെ മാട്രസിന്റെ SP പാക്കേജിന് ഡയറക്റ്റ് ഇൻകം ഇല്ല, അത് മനസ്സിലാക്കണം. നമ്മള് 50 SP കിട്ടുന്നുണ്ടല്ലോ സിംഗിൾ മാട്രസിന്, 100 SP കിട്ടുന്നുണ്ടല്ലോ ഫാമിലി മാട്രസിന്റെ പാക്കേജ്, അതിന് ഡയറക്റ്റ് ഇൻകം ഇല്ല. അതിന് SP ബോണസ്, മാക്സിമം ബോണസ് വലിയ ഇൻകം ആയിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് അതിന് മാത്രം ഡയറക്റ്റ് ഇൻകം ഇല്ലാത്തത്. ബാക്കിയുള്ളതിന് എല്ലാത്തിനും ഡയറക്റ്റ് ഇൻകം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ക്രൈറ്റീരിയ അതിന് ഡയറക്റ്റ് ഇൻകം അല്ല, അതിന് നമ്മുടെ മാച്ചിങ് ഇൻകം മാത്രമേ ഉള്ളൂ. ഈ കാര്യം ഒന്ന് നമ്മുടെ ലീഡർഷിപ്പ് മനസ്സിലാക്കണം. അപ്പോ ഈ ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ബോണസ് ബ്രോൺസ് മുതലാണ്. ആദ്യത്തെ 25 PV സ്റ്റാർ ആകുന്നു, 5000 രൂപ റാങ്ക് ഇൻകം നമുക്ക് കിട്ടുന്നു. അതിനുശേഷം വരുന്ന പുതിയ 50 PV മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രോൺസ് എന്ന് പറയുന്ന റാങ്ക് കിട്ടുന്നു. ആ റാങ്ക് ഇൻകം നമുക്ക് 10,000 റുപ്പീസ് ആണ്. കുറെ ആളുകൾ ഇപ്പൊ ബ്രോൺസ് ആയി കഴിഞ്ഞു. അപ്പൊ ഈ ബ്രോൺസ് മുതലാണ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ബോണസ് കൊടുക്കുന്നത്. കാരണം അവിടെ മുതൽ ഒരു ലീഡർഷിപ്പിന്റെ പരിവേഷം കിട്ടും, ഒരു ടീം ഉണ്ടായിരിക്കും, ആ ടീമിനെ കൃത്യമായിട്ട് നയിക്കണം. അപ്പൊ അതിന് വേണ്ടുന്ന ഒരു മുന്നേറ്റത്തിന് വേണ്ടി കൊടുക്കുന്ന ബോണസ് ആണ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ബോണസ്. ഇതിന് ആദ്യമേ പറയട്ടെ, ഇതിന് സീലിംഗ് ഇല്ല, ഇത് അൺലിമിറ്റഡ് ഇൻകം പൊട്ടൻഷ്യൽ ഇതിനുണ്ട്.
ഇത് 3 ലെവലിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ആദ്യത്തെ ലെവൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരിട്ട് എത്ര പേരെ ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തിയോ അത്രയും പേർ നമ്മുടെ ഫസ്റ്റ് ലെവൽ ആയിരിക്കും. ഇപ്പൊ ബൈനറിയിൽ അവരുടെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് പല സ്ഥലത്തായിരിക്കും, പല ജനറേഷനിലായിരിക്കും. പക്ഷെ അവരെ സ്പോൺസർ ചെയ്തത് നമ്മളായതുകൊണ്ട് നമ്മൾ എത്ര പേരെ റെഫർ ചെയ്തവോ അല്ലെങ്കിൽ സ്പോൺസർ ചെയ്തവോ അവരെല്ലാവരും നമ്മുടെ ഫസ്റ്റ് ലെവലായിരിക്കും. ഉദാഹരണത്തിന് 10 പേരെ നമ്മൾ റെഫർ ചെയ്തു എന്ന് കരുതുക. ബൈനറിയിൽ അവരുടെ പ്ലേസ്മെന്റ് പല സ്ഥലത്തായിരിക്കാം, പക്ഷെ ലെവലിൽ നമ്മൾ ഫസ്റ്റ് ലെവലിലായിരിക്കും അവരൊക്കെ നിൽക്കുന്നത്. അവര് വാങ്ങിക്കുന്ന മാച്ചിങ് ബോണസിന്റെ 10% നമുക്ക് കിട്ടും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു വ്യക്തി, അദ്ദേഹം ഒരു 10,000 രൂപ മാച്ചിങ് ബോണസ് മേടിക്കുന്നു. ആ 10,000 രൂപയുടെ 1000 രൂപ അഥവാ 10% നമ്മൾക്ക് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ബോണസ് ആയിരിക്കും. ഇങ്ങനെ നേരിട്ട് എത്ര പേരെ കൊണ്ടുവന്നോ അത്ര പേരും മേടിക്കുന്ന മാച്ചിങ് ബോണസിന്റെ 10% നമുക്ക് കിട്ടുന്ന ബോണസ് ആണ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ബോണസ്. ഇത് ഫസ്റ്റ് ലെവലിൽ നിന്ന് മാത്രമല്ല, സെക്കൻഡ് ലെവലിൽ നിന്നും 10% കിട്ടുന്നുണ്ട്. സെക്കൻഡ് ലെവൽ മീൻസ് നമ്മൾ കൊണ്ടുവന്ന ആളുകൾ എത്ര പേരാണോ അത്രയും പേർ അവര് കൊണ്ടുവരുന്ന അവരുടെ ഫസ്റ്റ് ലെവൽ ആളുകളുണ്ട്. അത് നമ്മുടെ സെക്കൻഡ് ലെവലാണ്. അപ്പോ പല ബൈനറിയിൽ പല സ്ഥലത്തായിരിക്കും അവരുടെ പ്ലേസ്മെന്റ് ഞാൻ പറഞ്ഞു. പക്ഷെ അവരെല്ലാവരും മേടിക്കുന്ന മാച്ചിങ് ബോണസിന്റെ 10% കൂടി നമുക്ക് കിട്ടും. അപ്പൊ ഫസ്റ്റ് ലെവൽ എന്താണെന്ന് മനസ്സിലാക്കുക, സെക്കൻഡ് ലെവൽ എന്താണെന്ന് മനസ്സിലാക്കുക. ഇനി തേർഡ് ലെവൽ ഉണ്ട്. തേർഡ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് ലെവൽ ആളുകൾ നേരിട്ട് കൊണ്ടുവരുന്ന ആളുകളാണ് നമ്മുടെ തേർഡ് ലെവൽ ആളുകൾ. അപ്പൊ ഫസ്റ്റ് അവരിൽ നിന്ന് 5% നമുക്ക് കിട്ടും. ഇത് ഒരു ചെറിയ ഇൻകം അല്ല. നമ്മുടെ ടീം വളർന്നു കഴിഞ്ഞാൽ, ടീം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയാൽ, PV കയറാൻ തുടങ്ങിയാൽ, മാച്ചിങ് ഇൻകം എല്ലാവർക്കും വരാൻ തുടങ്ങിയാൽ, ഡയറക്റ്റ് റെഫർ ചെയ്തതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അനുഭവിക്കുന്ന ഒരു ഇൻകമാണ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ബോണസ്. ഇതിന് സീലിംഗ് ഇല്ല, ഇത് അൺലിമിറ്റഡ് ആണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഫസ്റ്റ് ലെവലിൽ നിന്ന് 10%, സെക്കൻഡ് ലെവലിൽ നിന്ന് 10%, തേർഡ് ലെവലിൽ നിന്ന് 5%, ടോട്ടൽ 25% നമുക്ക് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ബോണസ് നമ്മുടെ കമ്പനി കൊടുക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യയിലെ പ്രബലമായിട്ടുള്ള മാട്രസ് കമ്പനികൾ ഒക്കെ തന്നെ നമ്മുടെ സൂപ്പർ സെയിൽ ബോണസിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നത് എങ്കിൽ, നമ്മളിവിടെ സൂപ്പർ സെയിൽ ബോണസും കൊടുക്കുന്നു, മാച്ചിങ് ഇൻകം ഒരാഴ്ചയില് 2 ലക്ഷം രൂപ വരെ മാച്ചിങ് ഇൻകം നമുക്ക് കൊടുക്കുന്നു. അതിനു പുറമെ ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ബോണസ് കൊടുക്കുന്നു. ഇതുകൂടാതെ വേറെ കമ്മീഷനുകളും കൊടുക്കുന്നുണ്ട്. അപ്പോ ഏറ്റവും മികച്ചൊരു ഇൻകം പ്ലാൻ ആയിട്ട് നമുക്ക് ഇതിനെ അവതരിപ്പിക്കാൻ പറ്റുന്നു. ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും ഇത് ഏറ്റവും മികച്ച രൂപത്തിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇതുകൂടാതെ നമുക്ക് റാങ്ക് ഇൻകം ഉണ്ട്. ഈ റാങ്ക് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇത് നമുക്ക് നിയർ 11 crore rupees വരെ നമുക്ക് ഈ റാങ്ക് ഇൻകം നിശ്ചയിച്ചിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ, നമ്മൾ 25 PV മാച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റാർ ആകുന്നു. അങ്ങനെ സ്റ്റാർ ആകുന്ന സമയത്ത് നമുക്ക് 5000 രൂപ റാങ്ക് മണി കിട്ടുന്നു. 50 PV മാച്ച് ചെയ്യുമ്പോൾ 25 PV മാച്ച് ചെയ്ത് സ്റ്റാർ ആയതിനു ശേഷം പിന്നീട് വരുന്ന 50 PV, അതിനിടയിൽ നമ്മുടെ ചില സൈഡ് ഭാഗത്ത് PV കൂടുതലായിട്ടുണ്ടായിരിക്കും, അത് ക്യാരി ഫോർവേഡ് ചെയ്യും. അങ്ങനെ ക്യാരി ഫോർവേഡ് സിസ്റ്റത്തിലാണ് ഈ PV അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് ഈ PV എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് എന്നാണോ അതാകുന്നത്, ഇപ്പൊ 25 കഴിഞ്ഞു സ്റ്റാർ അടിച്ചു 5000 രൂപ കിട്ടി, പിന്നീട് വരുന്ന 50 PV എന്നാണോ ആകുന്നത് ആ സമയത്ത് ബ്രോൺസ് അടിക്കും. ബ്രോൺസ് അടിക്കുന്ന സമയത്ത് 10,000 rupees കിട്ടും. ഇന്ന് ഇന്ത്യയിലുള്ള പല കമ്പനികളും ഇങ്ങനെ കൊടുക്കുന്ന റാങ്ക് ഇൻകത്തിന് ഒരുപാട് ക്രൈറ്റീരിയ നിശ്ചയിച്ചിട്ടുണ്ട്. അവരുടെ ലെഫ്റ്റിൽ ഇതുപോലെ ക്വാളിഫൈ ചെയ്ത ആളുകൾ വേണം, റൈറ്റിൽ ക്വാളിഫൈ ചെയ്ത ആളുകൾ വേണം, അല്ലെങ്കിൽ സമയപരിധി വെച്ചു കൊടുക്കും, ഇത്ര സമയത്തിന്റെ ഉള്ളിലാകണം, അല്ലെങ്കിൽ ഈ പീരിയഡിന്റെ ഉള്ളിൽ ഇത്ര ബിസിനസ് മിനിമം കയറ്റി കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള കുറെ നിഷ്കർഷ വെക്കാറുണ്ട്. ഇതൊന്നുമില്ലാതെ അക്യുമുലേറ്റ് ചെയ്ത് നമുക്ക് എപ്പോഴാണോ ആകുന്നത് ആ സമയത്ത് ബ്രോൺസ് ആകുന്നു, നമുക്ക് 10,000 rupees കിട്ടുന്നു. ശേഷം വരുന്ന 100 PVയുടെ മാച്ചിങ് സിൽവർ ആകുന്നു, 20,000 രൂപ കിട്ടുന്നു. ശേഷം വരുന്ന 250 PVയുടെ മാച്ചിങ്ങിന് ഗോൾഡ് ആകുന്നു, എക്സ്ട്രാ 25,000 കിട്ടുന്നു. ശേഷം വരുന്ന 500 PVയുടെ മാച്ചിങ്ങിന് എമറാൾഡ് ആകുന്നു, ആ സമയത്ത് എക്സ്ട്രാ 50,000 കിട്ടുന്നു. ശേഷം വരുന്ന 1000 PV എപ്പോഴാണ് ആകുന്നത്, സഫയർ ആകുന്നു, ആ സമയത്ത് നമുക്ക് 1 lakh rupees കിട്ടുന്നു. പിന്നെ 2500 PV മാച്ച് ചെയ്യുന്ന സമയത്ത് പ്ലാറ്റിനം, ആ സമയത്ത് 2,50,000 രൂപ
നമുക്ക് കിട്ടുന്നു, ഒരു ഗോവ ട്രിപ്പ് വിത്ത് ഫാമിലിയോട് കൂടി കിട്ടുന്നു. ഇവിടെ മുതൽ നമുക്ക് ഇന്റർനാഷണൽ ട്രിപ്പുകളും അതുപോലെ നമ്മുടെ റാങ്കിംഗത്തിന്റെ എമൗണ്ട് വർദ്ധിക്കുന്നു. ടോട്ടൽ നമുക്ക് 11 കോടിയോളം രൂപയുടെ എന്തുണ്ട് റാങ്ക് ഇൻകം നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. അപ്പൊ ഇതൊരു നമുക്ക് വർക്ക് ചെയ്യാനുള്ള വലിയ പ്രചോദനം തരുന്ന ഒരു കാര്യമാണിത്. കാര്യം ഒരു റാങ്ക് അച്ചീവ് ചെയ്താൽ അടുത്ത റാങ്കിലേക്ക് നമുക്ക് പോകാനുള്ള ഒരു വലിയ മോട്ടിവേഷൻ നമുക്ക് കിട്ടും. ഇപ്പൊ ബ്രോൺസ് ആയ ആളുകളുണ്ട്, അതുപോലെ സിൽവർ ആയ ആളുകളുണ്ട്, ഗോൾഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഓരോ സമയത്തും നമുക്കൊരു റാങ്ക് ഇൻകം മണി നമുക്കൊരു വൺ ടൈം കിട്ടുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഒരു എക്സ്ട്രാ മണിയായിട്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഒറ്റ തവണ പൈസ കിട്ടുമ്പോൾ, ഒരു ഹ്യൂജ് എമൗണ്ട് കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇത് കൂടാതെ നമുക്ക് കൺസിസ്റ്റൻസി റിവാർഡ് ഓഫർ ഉണ്ട്. 3 മാസം തുടർച്ചയായിട്ട് 1/2 PV പർച്ചേസ് നമ്മൾ ചെയ്യുക. നമ്മുടെ ഐഡിയിൽ 4ാമത്തെ മാസം 2000 രൂപയുടെ പ്രൊഡക്റ്റ് വൗച്ചർ നമുക്ക് കിട്ടും. ഇഷ്ടമുള്ള പ്രോഡക്റ്റ് നമുക്ക് അതിൽ മേടിക്കാം. അപ്പോ ഈ സൂപ്പർ സെയിൽ ആ ഒരു സെയിൽ ഇതില് കൂട്ടുന്നില്ല എന്നുള്ളതാണ്. സൂപ്പർ സെയിലിന് വേണ്ടി നമ്മുടെ മാട്രസ് കൊടുക്കുന്നുണ്ടല്ലോ, അത് ഇതിൽ കൂട്ടുന്നില്ല എന്ന് പ്രത്യേകം പറയുന്നു. അല്ലെങ്കിൽ നമുക്ക് 2000 രൂപയുടെ അതർ പ്രോഡക്റ്റുകൾ, ഈ മാട്രസിന്റെ പാക്കേജ് അല്ലാത്ത അതർ പ്രോഡക്റ്റുകൾ നമ്മൾ 1/2 PV നമ്മൾ കോൺസിക്യൂട്ടീവ് 3 മന്ത്സ് നമ്മൾ ചെയ്യുമ്പോൾ 4ാമത്തെ മാസം 2000 രൂപയുടെ വൗച്ചർ, പ്രൊഡക്റ്റ് വൗച്ചർ നമുക്ക് കിട്ടും. ഇത് നമുക്ക് തുടർച്ചയായിട്ടുള്ള ഒരു മാറ്റമില്ലാത്ത ഓഫറാണ്. ഓരോ 3 മാസം കൂടുമ്പോൾ നമുക്ക് 2000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാം, ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് റീറ്റെയിൽ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഇൻകം കൂടി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇതുകൂടാതെ ഫ്രാഞ്ചൈസി ബിൽഡിംഗ് കമ്മീഷൻ 10% ഉണ്ട്. നമ്മുടെ കെയർ ഓഫിൽ കമ്പനിയുടെ ഫ്രാഞ്ചൈസി ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ ആ എമൗണ്ടിന്റെ 10% നമുക്ക് ഫ്രാഞ്ചൈസി ബിൽഡിംഗ് കമ്മീഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ 8 ഇൻകം എന്ന് പറയുന്ന സംവിധാനം. അപ്പോ ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു സാധാരണക്കാരനും ബോട്ടം ലെവലിലുള്ള ഒരാൾക്ക് ക്രൈറ്റീരിയക്ക് ശേഷം ഒരു മാട്രസിന്റെ 2 മാട്രസ് ടീമിലൂടെ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നേരിട്ടാണെങ്കിലും നമുക്ക് 3300 രൂപ കൊടുക്കുന്ന ഒരു പ്ലാനും ഇന്ന് ഇതിനകത്ത് നമ്മുടെ മാർക്കറ്റിനകത്തില്ല. അതുകൂടാതെ നമുക്ക് PV കമ്മീഷൻ, റാങ്ക് ഇൻകം, അതുപോലെ ലീഡർഷിപ്പ് ബോണസ്, ഇങ്ങനെ തുടങ്ങുന്ന 8 ഇൻകം എൻജോയ് ചെയ്യാൻ കഴിയുന്ന വളരെ മാർവലസ് ആയിട്ടുള്ള ഇൻകം പ്ലാൻ ആണ് നമ്മുടെ കമ്പനി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് 3 വർഷത്തിന് ഈ പ്ലാനിൽ ഒരു തരത്തിലുള്ള ചേഞ്ചും ഉണ്ടാകില്ല എന്ന് നമ്മുടെ മാനേജ്മെന്റ് നമുക്ക് രേഖാമൂലം നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഏത് മാറ്റവും ആ മാറ്റത്തിന് പോസിറ്റീവായിട്ട് നമ്മൾ കാണുമ്പോഴാണ് അത് നമുക്ക് ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും കഴിയുന്നത്. ഒരിക്കല് ഒരു വളരെ താഴ്ചയുള്ള ഒരു താമരക്കുളത്തിന്റെ അടിഭാഗം നമുക്കറിയാൻ പറ്റും, ചളിയും ചേറുമാണ് നമുക്കറിയാൻ പറ്റും. അങ്ങനെ വളരെ താഴ്ചയുള്ള ഒരു താമരക്കുളത്തിന്റെ അടിഭാഗത്ത് ആ ചെളിയില് പുഴുക്കൾക്ക് സമാനമായിട്ടുള്ള കുറച്ച് പ്രാണികള് കൂട്ടമായിട്ട് പാർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാർക്ക മീൻസ് അവരവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ലോകം അതാണ്. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതില് ഒരു വളരെ യങ് ആയിട്ടുള്ള ഒരു പുഴു പറഞ്ഞു, എനിക്ക് ഈ താമരക്കുളത്തിന്റെ മുകളിലേക്കൊന്ന് പോകണം, എന്താണ് അതിന്റെ ആ സർഫേസ് ലെവലിലുള്ള കാഴ്ചകൾ എന്നുള്ളത് എനിക്കൊന്ന് കാണണം, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് പോവാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സമയത്ത് അവിടെയുള്ള മുതിർന്ന ആളുകള്, കാരണവരായിട്ടുള്ള ആളുകൾ പറഞ്ഞു, ഒരിക്കലും പോകരുത്, അങ്ങനെ പോകാൻ പാടില്ല. കാര്യം എന്താണ് ചോദിച്ചാൽ പോയ ഒരാൾ പോലും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല. ഇതിനു മുമ്പ് ഇതുപോലെ കുറെ ആളുകൾ പോയിട്ടുണ്ട്. ആ പോയ ഒറ്റ ആൾ പോലും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല. അതിനർത്ഥം അപകടകരമായ എന്തോ ഒരു കാര്യം അവിടെ ഉണ്ട്, അതുകൊണ്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ ചെറുപ്പക്കാരനായ ഈ പുഴുവിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവനവന്റെ സുഹൃത്തുക്കളുമായിട്ട് ഇത് പങ്കുവെച്ചു. അവരെല്ലാവരും നിരുത്സാഹപ്പെടുത്തി, പോകാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ തന്നെ പാടില്ല, വളരെ അപകടം പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്, പോയ ഒരാൾ പോലും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല, അതുകൊണ്ട് പോകാൻ പാടില്ല എന്ന് അവരും പറഞ്ഞു. പക്ഷെ ഈ യങ് ആയിട്ടുള്ള ഈ പുഴുവിന് ആഗ്രഹം അടക്കാൻ കഴിയാതെ, അദമ്യമായ ആഗ്രഹം കൊണ്ട് നിരന്തരമായും ഈ ഒരു കാര്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, ഞാൻ പോവുകയാണ്, എനിക്ക് പോയേ പറ്റൂ, എനിക്കത് കണ്ടേ പറ്റൂ,
എന്താണെങ്കിലും അവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞാൻ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുക തന്നെ ചെയ്യും. അപ്പോഴും കുറെ ആളുകൾ പറഞ്ഞു, നിരുത്സാഹപ്പെടുത്തി പോകണ്ട, ജീവൻ അപകടമാണ്, പോയ ആളുകൾ തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, എന്തായാലും ചില ആളുകളുടെ വാശി അവര് നടപ്പിലാക്കുക തന്നെ ചെയ്യുമല്ലോ. ഇങ്ങനെ ഈ ഒരു പുഴു അതിന്റെ മുകൾ തട്ടിലേക്ക് യാത്ര തിരിച്ചു. വളരെ ദീർഘമായ ഒരു യാത്രയായിരുന്നു അത്. കുറെ സമയത്തിന് ശേഷം ആ പുഴു ആ വെള്ളത്തിന്റെ ജലപ്പരപ്പിന്റെ മുകളിലെത്തി. നോക്കുമ്പോൾ മനോഹരമായ താമര പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. അത്രയും ദൂരം സഞ്ചരിച്ചതിന്റെ ആ ഒരു പിന്നെ ക്ഷീണം കാരണം ഒരു താമരപ്പൂവിന്റെ മുകളിൽ കയറിയിരുന്ന് ആ തണ്ടിൽ ഇങ്ങനെ ചാരി കാറ്റും വെയിലും ഒക്കെ കൊണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ആ പുഴുവിന് കാണാൻ കഴിയുന്നത്. അപ്പോഴാണ് ഈ വെയിലെല്ലാം തട്ടി ശരീരമെല്ലാം ഉണങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ അതിമനോഹരമായിട്ടുള്ള ഒരു ജീവി ഇങ്ങനെ പറന്നു വരുന്നുണ്ട്. നല്ല തിളക്കമുള്ള ചിറകുകൾ, വളരെ മനോഹരമായിട്ട് പാറി വന്ന് ഇങ്ങനെ പോകുമ്പോ ഈ പുഴുവിന് തോന്നി, എന്ത് മനോഹരമാണ് ഈ ഒരു ചിറകൊക്കെ അടിച്ചിങ്ങനെ പറക്കാൻ കഴിയുക എന്ന് പറയുന്നത്. അപ്പൊ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പറക്കുന്ന ജീവി വന്നിട്ട് ഈ പുഴുവിനോട് ചോദിക്കുക, നീ എന്താണ് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്? നിനക്ക് എന്നെ പോലെ ഒന്ന് പറന്നൂടെ? നീ ഇങ്ങനെ ഇരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോഴാണ് മനസ്സിലാകുന്നത് എന്തോ ഒരു മാറ്റം ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വെയിലെല്ലാം ഇങ്ങനെ ഏറ്റ് വന്ന സമയത്ത് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശരീരം ഉണങ്ങിയ സമയത്ത് എന്തോ ഒരു ചിറക് മുളച്ചു വരുന്നത് പോലെ ഈ പുഴുവിന് തോന്നി. അപ്പോ പാറി വന്ന ആ ഒരു ജീവി പറയാണ്, നമ്മളൊക്കെ പൂത്തുമ്പികളാണ്, നമുക്കിങ്ങനെ പാറി നടക്കാനുള്ള അവസരം ഇവിടെയുണ്ട്. എത്ര മനോഹരമാണ് ഈ ലോകം എന്നുള്ളത് നോക്കി നോക്കൂ. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ പുഴുവിന്റെ ശരീരത്തിലും അതിന്റെ ചിറകുകൾ മുളച്ചു. വളരെ വർണ്ണാഭമായിട്ടുള്ള ആ സ്ഫടികം പോലെയുള്ള ചിറകുകൾ ഒന്ന് വിടർത്തി ഒന്ന് പറന്ന് നോക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് അന്തരീക്ഷത്തിലേക്ക് പാറാനും അങ്ങനെ ഉയരങ്ങളിലൂടെ പാറി നടന്ന് ആ കുളത്തിന്റെ മനോഹാരിതയും ഈ പ്രപഞ്ചത്തിന്റെ മനോഹാരിതയും കുളങ്ങളും തോടുകളും പുഴകളും അരുവികളും പച്ചപ്പുൽപ്പാടങ്ങളും എല്ലാം കണ്ട് മനോഹരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പാറി നടക്കുന്ന സമയത്താണ് ഈ പൂത്തുമ്പിക്ക് താൻ ഒരു പുഴു മാത്രമല്ല, ഞാനൊരു പൂത്തുമ്പിയാണ്, ആ ചളിയിൽ കിടന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത് തിരിച്ചറിയാൻ കഴിയാതെ പോയത് എന്നുള്ള ഒരു തിരിച്ചറിവ് വരുന്നത്. പക്ഷെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പൂത്തുമ്പിക്കൊരു പുനർവിചിന്തനം വന്നു. അതിങ്ങനെയാണ്, ഞാനൊരു വാക്ക് കൊടുത്തു പോന്നിട്ടുണ്ട് താഴെത്തട്ടിലുള്ള ആളുകൾക്ക്, എന്തായാലും മുകളിലുള്ള കാര്യങ്ങൾ ഞാൻ കാണും, ഞാൻ തിരിച്ചു വരും, എന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ നിങ്ങളുമായി പങ്കുവെക്കും എന്നുള്ളത്. വേറൊരു കാര്യം കൂടി ആ പൂത്തുമ്പിക്ക് മനസ്സിലായി. ഇവിടെ നിന്ന് പോയ ആളുകൾ എന്തുകൊണ്ടാണ് തിരിച്ചു വരാതിരുന്നത് അതുകൂടി മനസ്സിലായി. അത് തിരിച്ചു വരാത്തതിന്റെ കാരണം ഈ മനോഹരമായ ഈ പ്രകൃതിയിൽ അവർക്ക് ചിറക് മുളച്ചപ്പോൾ ആ ചിറകുകൾ കൊണ്ട് അവര് ഈ വിഹായുസിലേക്ക് പാറിപ്പോയത് കൊണ്ടാണ് അവർ പിന്നീട് തിരിച്ചു പോകാതിരുന്നത്. അല്ലാതെ അപകടം പറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെന്തോ സംഭവിച്ചിട്ടല്ല. പക്ഷെ കൊടുത്ത വാക്ക് പാലിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ പൂത്തുമ്പി താഴയിലേക്ക് പോയ സമയത്ത് ഈ പൂത്തുമ്പിയെ കണ്ടപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം മനോഹരമായ ചിറകുകളും അതിന്റെ രൂപത്തിലും ഭാവത്തിലും വലിയ വ്യത്യാസങ്ങൾ കണ്ടപ്പോൾ അവർ പേടിയോടുകൂടി ഭയത്തോടുകൂടി അവരിൽ നിന്നും ഓടി ഒളിച്ചു എന്നുള്ളതാണ്. ഇവൻ പറയുന്ന ഒന്നും വിശ്വസിക്കാനോ കേൾക്കാനോ ആരും തയ്യാറായില്ല. ഏതോ ഒരു വിചിത്ര ജീവി വന്നതായിട്ടാണ് അവരൊക്കെ കണ്ടത്. വളരെ നിരാശയോടുകൂടി താൻ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ലല്ലോ ഇവർ, എത്ര വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് എന്ന് തിരിച്ചറിയാത്തൊരു സങ്കടത്തില് ആ പൂത്തുമ്പി വീണ്ടും മുകളിലേക്ക് വന്നു. അങ്ങനെ ആ മുകളിൽ വന്ന് ആ താമരപ്പൂവിന്റെ എതളിൽ അങ്ങനെ ചാരി കിടന്നുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ആ സുഹൃത്തായിട്ടുള്ള തുമ്പി വന്ന് ചോദിച്ചു, എന്താണ് നീ ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പോഴാണ് പറയുന്നത്, ഞാൻ പോയി പറഞ്ഞപ്പോ അവരൊന്നും അത് വിശ്വസിക്കുന്നില്ല, അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അവര് ഏതോ ഒരു വിചിത്രമായ ജീവിയെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ സങ്കടം പറഞ്ഞപ്പോ ആ പൂത്തുമ്പി പറഞ്ഞു, ഇങ്ങനെയാണ് ലോകം. ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോ അതൊന്നും ഉൾക്കൊള്ളാൻ
കഴിയാത്ത ആളുകൾ ഉണ്ടായിരിക്കും, യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരുണ്ടായിരിക്കും, അവരുടെ കാഴ്ചപ്പാടുകളാണ് ശരി എന്ന് അവര് വാദിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ചളിയിൽ നിന്നും മാറി വന്ന് ഈ ലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ച കണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അത് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അപൂർവമായി ചില ആളുകൾക്കും ഉൾക്കൊള്ളാൻ കഴിയും. അതുപോലെയാണ് നമ്മുടെ സിസ്റ്റം. ഇവിടെ നമുക്ക് 4 പാഠങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, നമ്മൾ സങ്കടപ്പെട്ട് ഇരിക്കേണ്ടവരല്ല. നമുക്ക് കിട്ടിയിട്ടുള്ള അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക എന്നുള്ളതാണ്. എല്ലാത്തിനെയും വളരെ സൂക്ഷ്മതയോടുകൂടി മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ഇതിലെ ഒരു പാഠം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സ് വെച്ചാലല്ലാതെ നമ്മൾ ഒരിക്കലും മുകളിലേക്ക് എത്താൻ കഴിയില്ല. നമ്മുടെ ജീവിത വിജയങ്ങളിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ തന്നെ മനസ്സ് വെക്കണം എന്നർത്ഥം. അതാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ കർമ്മ വൈഭവങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നേട്ടങ്ങള്, അത് എപ്പോ വേണമെങ്കിലും നമുക്ക് പഴയ പോലെ ആകാൻ പറ്റും. പക്ഷെ അത് നമ്മൾ ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. നമ്മള് കിട്ടിയിട്ടുള്ള നമുക്കുള്ള ആ മാറ്റങ്ങളും അതിന്റെ പോസിറ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഘടകങ്ങളെയും പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നീട് ഉള്ളൊരു കാര്യം, നമ്മള് മാറിയ നമ്മൾ പിന്നീട് നമ്മൾ ആ പഴയ പോലെ ആകണം എന്ന് വാശി പിടിക്കുന്നതിലും അർത്ഥമില്ല. നമുക്ക് അങ്ങനെ പഴയ ആളാകാൻ കഴിയില്ല. നമ്മുടെ മാറ്റങ്ങൾ, നമ്മുടെ ഉയർച്ചകൾ, അത് കൂടുതൽ ബെറ്റർ ആക്കുന്ന തലത്തിലേക്ക് നമ്മൾ പോവുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇനി ആ പഴയ ലോകത്തെ കുറിച്ച് ചിന്തിക്കേണ്ട എന്നുള്ളതാണ്. ആ പഴയ ലോകവും ആ ചളി പിടിച്ച ലോകവും പറഞ്ഞാൽ മനസ്സിലാകാത്ത മനുഷ്യരും അല്ല വേണ്ടത്. നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി കാര്യങ്ങളെ ഏറ്റെടുത്ത് വളരെ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകാനുള്ള, ഐക്യമുള്ള, നല്ല മനസ്സുള്ള ആളുകളുമായിട്ട് കൂടിച്ചേർന്ന് നമുക്ക് പോകാം എന്നുള്ളതാണ്. മാറ്റം എന്നുള്ളത് ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ്. മാറ്റത്തിന് വിധേയമാകാത്തതൊന്നും വളരുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ മണിരായയിലൂടെ വലിയ റവല്യൂഷൻ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ഈ കമ്പനി, ഈ ഒരു പ്രോഡക്റ്റ് അതിന്റെ ഏറ്റവും നല്ല ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടി. അതിനെ വളരെ മനോഹരമായി പ്രയോജനപ്പെടുത്തുക. എല്ലാവർക്കും എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സാറ്റർഡേ ഇൻസൈറ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.